ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ടെക്സ്ചർ റീൽസ് വീഡിയോകൾ എങ്ങനെ വളരെ ഈസിയായി നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ടെക്സ്ചർ റീൽസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Capcut ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ Capcut ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ Capcut ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ VPN ഇവിടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം Capcut ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് VPNൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ VPN ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് VPN ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് വരികയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ VPN കണക്റ്റഡ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു പേജിലോട്ട് വരണം. അപ്പോൾ ഈ ഒരു പേജിലുള്ള ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേജിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂസ് ടെംപ്ലേറ്റ് ഇൻ Capcut എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും യൂസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും വീഡിയോ ഫോട്ടോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നിങ്ങളെ ഗാലറിയിലുള്ള കംപ്ലീറ്റ് ഫോട്ടോകൾ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 29 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 29 എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ 29 ഫോട്ടോകളും സെലക്ട് ചെയ്തപ്പോൾ അവിടെ കാണാൻ പറ്റും പ്രിവ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രിവ്യൂ വീഡിയോ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഓഡിയോ ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയിലുള്ള ഓഡിയോ നമുക്ക് ഇതിലോട്ട് ഇനി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു വാട്ടർമാർക്കും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ള ടെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് രണ്ട് ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെ 1 എന്ന് പറഞ്ഞിട്ടും 2 എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2022 എഴുതിയിട്ടുള്ള അതാണ്. അതുപോലെ രണ്ടാമത്തത് ആ ഒരു ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ട് അതിലോട്ട് 2 തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടാമത്തേലോട്ട് ഇവിടെ 2 തവണ ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു ഗുഡ് ബൈ എന്നുള്ള ആ ഒരു പേര് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അവിടെ എഴുതേണ്ടത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം 1 എഴുതിയതിലോട്ടും ഇതുപോലെ 2 തവണ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു അവിടെയുള്ള ആ ഒരു 2022 എന്നുള്ളത് റിമൂവ് ചെയ്തിട്ട് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഡൺ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിലുള്ള ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ എഡിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മുകളിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്കും അതുപോലെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ ഇതിൽ എക്സ്പോർട്ട് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത വാട്ടർമാർക്കോട് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എക്സ്പോർട്ട് ആവുന്നതാവും. അതുപോലെ എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്കിലോട്ട് ക്ലിക്ക് ചെയ്താൽ വാട്ടർമാർക്ക് ഇല്ലാതെയും സേവ് ആവുന്നതാവും. അപ്പോൾ നമുക്ക് ഇതിലുള്ള ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്ക് എന്ന് പറയുന്ന അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. ഇവിടെ എക്സ്പോർട്ടായി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ആ ഒരു വീഡിയോ ഇവിടെ വരുന്നതാവും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പോപ്പപ്പ് ആയിട്ട് പ്ലേ സ്റ്റോറിൻ്റെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിൽ ഇവിടെ ഡൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ ഒരു ബാക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ ഫോട്ടോ ആണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ വീഡിയോ എന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ ഏറ്റവും ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സേവ് ചെയ്ത ഒരു വീഡിയോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സേവ് ചെയ്ത ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിലോട്ട് നമുക്കൊരു ഓഡിയോ ആഡ് ചെയ്യണം. അതായത് ഈ ഒരു റീൽ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റീൽ വീഡിയോയിലുള്ള ആ ഒരു സെയിം ഓഡിയോ തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ്
ഡൗൺലോഡ് ചെയ്യുന്ന വിധം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ID ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ആ ഒരു ഓഡിയോ വരും. അപ്പോൾ ഈ ഒരു ഓഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓഡിയോ നിങ്ങളെ ഫോണിലോട്ട് ഡൗൺലോഡ് ആവുന്നതാവും. അതിനുശേഷം വീണ്ടും ഞാൻ CapCut ആപ്ലിക്കേഷനിലോട്ട് തന്നെ വന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ള നിലവിലുള്ള ഓഡിയോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓഡിയോ മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന് താഴെ ആഡ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇനി അതല്ലെങ്കിൽ താഴെ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓഡിയോ എന്ന് പറയുന്ന അതിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ സൗണ്ട്സ് എന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൾഡറിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും ഫ്രം ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഓഡിയോ ഫയൽ മ്യൂസിക് ഫയലുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നതാവും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു മ്യൂസിക് ഫയൽ ഇതിൽ എവിടെയാണ് എന്ന് നിങ്ങൾ ഇതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ മുകളിൽ ആ ഒരു ഫയൽ നെയിം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് ഫയൽ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫയൽ നെയിം കൊടുത്തിട്ടുള്ളത് ട്രെൻഡിങ് ടെക്സ്ചർ റീൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സോങ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ഒരു പ്ലസ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു സോങ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സോങ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയർ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെയറിലോട്ട് ക്ലിക്ക് ചെയ്യുക. അത് ആ ഒരു വാട്ടർ മാർക്കിൻ്റെ ലെയറാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും താഴെ. അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലെയർ ഡിലീറ്റ് ആവുന്നതാവും. അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു ആരോയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏത് റേഷ്യോയിലാണ് സേവ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു റേഷ്യോ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിലോട്ടാണോ അതോ ഇൻസ്റ്റഗ്രാമിലോട്ടാണോ അതോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം റീൽസിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 9:60 എന്നുള്ള റേഷ്യോ ആണ് റീൽസിന് ബെസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു ടിക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ആരോയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. എക്സ്പോർട്ടായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.